തമിഴ്നാട് വാൽപ്പാറയിൽ കരടി ആക്രമണം, തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിൽ കരടിയുടെ ആക്രമണം ഉണ്ടാകുന്നത്? പരിക്കേറ്റ തൊഴിലാളിയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ അടക്കം എങ്ങനെയാണ്? തൊഴിലാളി വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോഴും സാരമായി അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും കാലിനും ഉൾപ്പെടെ പരിക്കേറ്റു. ആസാം സ്വദേശിയായ തോട്ടം തൊഴിലാളി ദിൽവാർ അലിക്കാണ് ഇത്തരത്തിൽ കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 7:30 ആക്രമണം. തേയിലയ്ക്ക് മരുന്നടിക്കുന്നതിനായി എത്തിയതായിരുന്നു ഇദ്ദേഹം തേയിലത്തോട്ടത്തിൽ. ഈ സമയത്താണ് തേയിലത്തോട്ടത്തിൽ പതിയിരുന്ന കരടി ഇദ്ദേഹത്തെ ആക്രമിച്ചത്. ഇത് കണ്ട് മറ്റ് ആളുകൾ ഓടിക്കൂടി ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് കരടി അവിടെ നിന്നും പിൻവാങ്ങിയത്. അവർ തന്നെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ മേഖലയിൽ നിരന്തരം കരടിയുടെ ശല്യമുള്ള മേഖലയാണ്. വാൽപ്പാറ ടൗണിലൂടെ ഒക്കെ രാത്രിയും പുലർച്ചെയും എന്ന് വേണ്ട സദാസമയം കരടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്നും വാർത്തയായി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നു. കരടി മാത്രമല്ല, പുലിയുടെ ആക്രമണം ഏറെയുള്ള പ്രദേശമാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം പെടുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വാൽപ്പാറയിൽ നിന്ന് കരടിയുടെ ആക്രമണത്തിൽ ആസാം സ്വദേശിയായിട്ടുള്ള തോട്ടം തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ സർക്കാർ ആശുപത്രി, വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതീവ ഗുരുതര അവസ്ഥ ഇല്ല എന്നുള്ള ഒരു വിവരം കൂടി ആശ്വാസകരമായി ലഭിക്കുന്നുണ്ട്. എന്നാലും തലയ്ക്കും കാലിനും ഉൾപ്പെടെ കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാർത്തു അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വന്യജീവി ആക്രമണങ്ങളിൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണം വല്ലതും എങ്ങനെയായിരുന്നു? കാർത്തോട് കേരള വനം വകുപ്പല്ല, എടുത്തു പറയേണ്ട കാര്യം തമിഴ്നാടാണ്. തമിഴ്നാട് വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ RRT സംഘവും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് വരുന്നുണ്ട്. അടിക്കടി ഇത്തരം ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടി. നമുക്കറിയാം, കൊച്ചുകുട്ടികളെ പോലും, തോട്ടം തൊഴിലാളികളെ മക്കളെ പോലും വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളെ വരെയാണ് തോട്ടത്തിൽ പതിരിക്കുന്ന പുലിയൊക്കെ കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി കൊണ്ട് ഉപേക്ഷിക്കുന്ന വാർത്തകളൊക്കെ വരുന്ന സ്ഥലമാണ്. കരടിയും സമാന രീതിയിൽ തന്നെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. എന്തായാലും വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ നാളുകൾക്ക് മുൻപ് കാട്ടാന ശല്യത്തിനെതിരെ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ അന്ന് അവിടുത്തെ തോട്ടം തൊഴിലാളികൾ നടത്തിയിരുന്നു. ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് അവിടേക്ക് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ വന്യമൃഗ ശല്യത്തിന് ഇപ്പോഴും വലിയൊരു ശാശ്വത പരിഹാരവും ഒന്നുമില്ല. കേരളത്തിലെ അതേ സമാന അവസ്ഥ തന്നെയാണ് ഈ വാൽപ്പാറ തമിഴ്നാട്ടിലും ഉള്ളത്. അടിക്കടി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. എന്തായാലും ഭാഗ്യവശാൽ മാത്രമാണ് ഈ ആസാം സ്വദേശിയായിട്ടുള്ള തോട്ടം തൊഴിലാളിക്ക് ജീവഹാനി പോലുള്ള ഗുരുതര ഘട്ടത്തിലേക്കൊക്കെ എത്താതെ പരിക്കുകളോടെ രക്ഷപ്പെടാൻ സഹായിച്ചത്. കാർത്തു ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.